ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി സ്റ്റിച്ചിങ് വേൾഡിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോയുടെ 4ാമത്തെ ടേക്കാണ്. ഇതും കൂടെ കൂട്ടി 4ാമത്തെ ടേക്ക്. അപ്പോൾ ഈ പോയം നമ്മളോട് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളിൽ നിന്ന് അകന്ന് കിടക്കുമ്പോൾ അന്ന് രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഫീലിങ്സ് അതാണ്. അപ്പോൾ നോക്കാം. ആർ യു ഹു സ്ലീപ് ടു നൈറ്റ് ഫാർ ഫ്രം ദ വൺസ് യു ലവ്. ഇപ്പം ഞാൻ പറഞ്ഞതാണ്, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അന്ന് രാത്രി കിടന്നുറങ്ങുന്ന നിങ്ങൾ ആലോചിക്കുക. നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ് ആൻഡ് എംപ്റ്റിനെസ് എബോവ്. നിങ്ങളുടെ വലത്തുനിന്നോ ഇടത്തുനിന്നോ ഒരാളെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ഒന്ന് ഹഗ് ചെയ്യാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നും എന്താ പറയുക സംസാരിക്കാനോ ആരുമില്ല. അതുപോലെ തന്നെ മുകളിൽ ശൂന്യമായ ആകാശം. Know that you aren't alone. The whole world shares your tears. എന്താണ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും. നിങ്ങളെ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കണ്ണീരിൽ പങ്കുചേരുന്നുണ്ട്. ഇതുപോലെ ഒരു ലൈന് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിൽ തന്നെയാണ്, ഈ ക്ലാസ്സിൽ തന്നെയാണ് ഞാൻ ആ ഒരു ലൈൻ എനിക്ക് ആ ലൈൻ നല്ല ഓർമ്മയുണ്ട്. ബട്ട് പാഠവും വിഷയവും ഓർക്കുന്നില്ല. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഷെയർസ് യുവർ ടിയേഴ്സ്, സം ഫോർ 2 nights or 1 and some for all their years. അതായത് ഇവിടെ ചിലവര് എന്ത് ചെയ്യും, 1-2 രാത്രികൾ നിലനിൽക്കും അല്ലേ, അവരുടെ ആ ഒരു നിൽപ്പും ഭാവവും ഒക്കെ. പക്ഷേ പിന്നീട് അവരങ്ങ് പോവും. പിന്നെയുള്ള കുറച്ച് ആളുകൾ അവരുടെ ജീവിതകാലം മുഴുവൻ, അവരുടെ ജീവിതകാലത്തിൽ മുഴുവൻ നമ്മുടെ കൂടെ ചിലവഴിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പോയം. വന്നിട്ട് കുറച്ചൊരു കുഞ്ഞു പോയമാണ്. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ടേക്കിൽ തെറ്റിച്ചത്. ഗൈസ്, അത് ഞാൻ ഇനി ആവർത്തിക്കില്ല. അതുപോലെ തന്നെ ഇത് ഭയങ്കര കുഞ്ഞായിട്ടുള്ള ഒരു പോയമാണ്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര കുഞ്ഞായിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ തരുന്നത്? നമുക്കൊക്കെ പഠിച്ചപ്പോൾ ഇത്രയും വലിയ പോയംസ് ഒക്കെ ആയിരുന്നു 5-ലൊക്കെ പഠിക്കാൻ തന്നത്. അതൊക്കെ പഠിച്ചെടുക്കാനും നല്ല പാടായിരുന്നു. പക്ഷേ ഇനി ഇതിൻ്റെ പോയറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രം സേത്ത് എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയത്. ആൻഡ് ഹി വാസ് ബോൺ ഓൺ 20th June 1952. 1952 20th ജൂണിലാണ് അദ്ദേഹം ജനിച്ചത്. കൽക്കട്ടയിലാണ് ജനിച്ചത്. അതായത് നമ്മൾ ഇന്നത്തെ കൊൽക്കട്ട. ഓക്കെ, കൊൽക്കട്ടയിലാണ് ജനിച്ചത്. 1952 എന്ന് പറയുമ്പം കേരളം ഫോം ചെയ്യുന്നതിന് മുമ്പാണ് കേട്ടോ. 1956 കേരളം ഫോം ചെയ്തത്. അപ്പം 1952 ഇദ്ദേഹം ജനിച്ചത്. കേരളം ഫോം ചെയ്യുന്നതിന് മുന്നെയാണ്. ഹി ഈസ് എ ഫേമസ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ നോവലിസ്റ്റും പോയറ്റുമാണ്. അപ്പം എന്താണ്, അതുപോലെ തന്നെ ഹി ഹാസ് വോൺ സെവറൽ അവാർഡ്സ് സച്ച് ആസ് പത്മശ്രീ, സാഹിത്യ അക്കാദമി അവാർഡ്, പ്രവാസി ഭാരതീയ സമ്മാൻ എക്സെട്ര. അതായത് ഈ പറഞ്ഞ അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആൻഡ് ഈ ഒരു പോയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ ആകെ 3 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒന്നും ഇടാനില്ല, അതാണ് സത്യം. ഷോർട്ടായിട്ട് ഇടാനുള്ളതേ ഉള്ളൂ. ആൻഡ് ഈ ഒരു പോയം നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം റീഡ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലായിരുന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഒരു ക്ലാസ് റെഫർ ചെയ്തിട്ടാണ് എൻ്റേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞത്. ഓക്കെ, അതായത് കുറേയൊക്കെ മീനിങ്സ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത്, അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള കുറേ മീനിങ്സ് ഇട്ട്, ഞാൻ പറഞ്ഞല്ലോ മറ്റേ ചാപ്റ്ററിൽ നിന്നൊക്കെ എടുത്ത് അതൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ആണ് ഞാനിത് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ